1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് എന്ന 450 വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ആരാധനാലയം പരസ്യമായി ഇടിച്ചു തകർക്കുമ്പോൾ, ഇന്ത്യയുടെ മതേതരത്വത്തെ അന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഞെക്കിക്കൊല്ലുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആ പാതകം ചെയ്തവരെ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മറന്നുവെങ്കിൽ, അയോധ്യ, ഫൈസാബാദ്, അവിടെ പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു ക്ഷേത്രം. അവർ പറയുന്നു ആര്യന്മാരാണ്, അവർ വെളിയിൽ നിന്ന് വന്നതാണെന്ന്. RSSകാർ തന്നെ പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ്, ആര്യന്മാരാണ്, ഇന്ത്യക്കാരല്ല, അവർ വെളിയിൽ നിന്ന് വന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അയോധ്യക്കകത്ത് എങ്ങനെയാണ് അവരുടെ അപ്പൂപ്പൻ അമ്പലം ഉണ്ടാവുന്നത്? അത് വേറൊരു കാര്യം, അതാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ അവസാനം VP സിംഗിൻ്റെ ഗവൺമെൻറ്റും പോയി മണ്ഡൽ കമ്മീഷനെ കുട്ടിച്ചോറാക്കി. മറുഭാഗത്ത് പള്ളി അവസാനം 92 പൊളിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ, പൊളിച്ചത് തെറ്റായിപ്പോയി, വലിയ ഔദാര്യമാണ്, പൊളിച്ചത് കുറ്റകൃത്യമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചത് കുറ്റകൃത്യമാണ്, തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കൂടെ പറയണ്ടേ കോടതി? കുറ്റം പറഞ്ഞാൽ ചെയ്തത് കുറ്റമാണെന്ന് കോടതിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ വിധിയിൽ അങ്ങനെ പറഞ്ഞ ഒരു കോടതി കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചോ? ശിക്ഷിച്ചില്ല. ആരെയാ ശിക്ഷിച്ചത്? വിശ്വാസികളെ. 450 വർഷക്കാലം ബാബരി മസ്ജിദ് എന്ന പള്ളി ആരാധിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി കൊടുത്തു, ശിക്ഷിച്ചു. എന്നിട്ട് ഭൂമി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തേരെ, വിട്ടേരെ. ഇത് പറയാനാണോ കോടതിയുടെ ജോലി? ആ വിധി ഭരണഘടനയ്ക്ക് എതിരാണ്. ആ വിധി ജനാധിപത്യ വിരുദ്ധമാണ്. ആ വിധി നീതിരഹിതമാണ്. എന്നിട്ട് ഒരു മതേതരത്വ രാജ്യത്ത് ഒരു കോടതി ഒരു മതസ്ഥാപനം ഉണ്ടാക്കാൻ, ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഒരു മതേതരത്വ രാജ്യത്ത് മതത്തിൻ്റെ ജോലി ചെയ്യേണ്ടത് കോടതിയല്ല, സർക്കാരല്ല, മതങ്ങളാണ്. പക്ഷേ മതേതര ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം മതേതര തത്വങ്ങളെ ബലികഴിച്ച് അമ്പലം ഉണ്ടാക്കാൻ, ട്രസ്റ്റ് ഉണ്ടാക്കാൻ സർക്കാരിനോട് പറയുന്നിടത്ത് നമ്മുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ആ നീതിപീഠം അവരെ കുറ്റം പറയുകയല്ല, അവർ ഭയത്തിന്റെ നിഴലിലാണ്, അവരെ ഭയപ്പെടുത്തുന്നു. അമിത്ഷായ്ക്കെതിരെ എഴുതാൻ പറ്റുമോ? വിധി എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് ക്രാഫ്റ്റഡ് ജഡ്ജ്മെന്റ് ആണ് അത്. നമ്മുടെ രാജ്യം നമുക്കറിയാമല്ലോ, നമ്മുടെ ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ പരമോന്നത നീതിപീഠം നമ്മൾ ബഹുമാനിക്കുന്നു. സുപ്രീം കോർട്ട് അത് നമ്മുടെ പരമോന്നത നീതിപീഠമാണ്. പക്ഷെ ആ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് ഭയമാണ്. കാരണം എന്താ? ജസ്റ്റിസ് ലോയെ പോലെ അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ കൊടും കുറ്റവാളിയായി അമിത്ഷായ്ക്കെതിരെ വിധി പ്രസ്താവിക്കുമെന്ന് വന്നപ്പോൾ ജസ്റ്റിസ് ലോയ എന്ന ന്യായാധിപൻ കൊല ചെയ്യപ്പെട്ട രാജ്യമാണിത്. ജഡ്ജിമാർക്ക് പേടിയാണ്. അതേപോലെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ്, IPS ഉദ്യോഗസ്ഥന്മാർക്ക് പേടിയാണ്. നമുക്കറിയാം ഇതെങ്ങനെയാണ് ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് സുപ്രീം കോടതി ഒരുപക്ഷെ ക്രാഫ്റ്റ് ചെയ്യപ്പെട്ട വിധിയാണ്. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദ് എന്ന 450 വർഷക്കാലം ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരാധിച്ച ആരാധനാലയം പരസ്യമായി ഇടിച്ചു തകർക്കുമ്പോൾ, ഇന്ത്യയുടെ മതേതരത്വത്തെ അന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ, ഞെക്കിക്കൊല്ലുമ്പോൾ, നിലവിളിക്കുമ്പോൾ ആ പാതകം ചെയ്തവരെ വെറുതെ വിട്ടിട്ട് ആ പള്ളി നിന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥത ഒരു മതത്തിന് ഏകപക്ഷീയമായി എഴുതി കൊടുക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പരമോന്നത നീതിപീഠം മറന്നുവെങ്കിൽ, ആ നീതിപീഠം അവരെ കുറ്റം പറയുകയല്ല, അവർ ഭയത്തിന്റെ നിഴലിലാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മതേതര ഇന്ത്യയില് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു മതസ്ഥാപനത്തിന് ആരാധനാലയം പണിത് കൊടുക്കാനുള്ള ട്രസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഗവൺമെന്റിന്റെയോ മതേതര ഇന്ത്യയുടെയോ ചുമതലയല്ല. ആ വിധി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് മതവിശ്വാസികളുടെ നീതിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് മുറിവേൽപ്പിച്ചൊരു വിധിയാണ് എന്ന് തീർച്ചയായും ഞാൻ അഭിപ്രായപ്പെടുന്നു. ആ വിധി ഇന്ത്യയുടെ മതേതരത്വത്തെ ഒരിക്കൽ കൂടി കശാപ്പ് ചെയ്തു. ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 10-20 കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ട്, സാധുവായൊരു മനുഷ്യൻ. അവർണർക്ക് അധികാരമെന്ന് പറഞ്ഞു, സവർണാധിപത്യം തകരണമെന്ന് പറഞ്ഞു, ഫാഷിസമാണ് ഈ രാജ്യത്ത് വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാ. ഞാൻ അദ്ദേഹത്തിന്റെ ആളോ പാർട്ടിക്കാരനോ അല്ല, എന്റെ രാഷ്ട്രീയം വേറെയാണ്. പക്ഷെ അബ്ദുൽ നാസർ മദനി എന്ന മതപണ്ഡിതനായ ദക്ഷിണേന്ത്യയുടെ മതപണ്ഡിതൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ ആൾക്കാർ വല്ലതും ചെയ്ത, അമിത്ഷാ ചെയ്ത തെറ്റ് വല്ലതും ചെയ്തോ? ഗുജറാത്തിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ, ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ കൊലപ്പെടുത്തിയ, അങ്ങനെ വർഗീയ കലാപങ്ങൾ നടത്തിയ, പള്ളി പൊളിച്ച, ഒരാളെ പോലും ആക്രമിച്ച ഒരു ചരിത്രത്തിന്റെ FIR അബ്ദുൽ നാസർ മദനിക്കെതിരെ ഇല്ല. അപ്പോ കാഴ്ചകൾ നഷ്ടപ്പെട്ടിങ്ങനെ പോകുന്നു. പ്രിയമുള്ളവരെ, ഫാഷിസത്തിന്റെ ബലിയാടാണ് അദ്ദേഹം. 800 വർഷക്കാലം മുഗളന്മാർ ഭരിച്ച രാജ്യമല്ലേ ഇത്? അന്നെങ്ങാനും
മുഗളന്മാർ അക്ബർ ചക്രവർത്തിയോ ഔറംഗസീബോ വല്ലോ അവർ NRC കൊണ്ടുവന്ന് എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ മോഡിയും വല്ലതും വന്ന് ഇപ്പോൾ ഒരു NRC കൊണ്ടുവരത്തില്ല, ഒരു CAA കൊണ്ടുവരത്തില്ല. ഇസ്ലാം അങ്ങനെയുള്ളൊരു മതമല്ല. 800 വർഷം ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യ ന്യൂനപക്ഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോട് നീതി പുലർത്തി, അവരുടെ മതം അടിച്ചേൽപ്പിച്ചില്ല. അവൻ്റെ വിശ്വാസം അവരോട് പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ്. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. ദീനിലേക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് നിർബന്ധമില്ലാതെ സ്വീകരിച്ച ആരാ? അത് സ്വീകരിച്ചത് ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ടവരാ. എൻ്റെ അപ്പൂപ്പൻ, അദ്ദേഹത്തിൻ്റെ പേര് ചേരമാൻ പെരുമാൾ തമ്പുരാൻ എന്നാണ്. രാജാവാണ്, കേരളത്തിന് ചക്രവർത്തിയാണ്. ചക്രവർത്തിയായാലും സവർണൻ്റെ മുമ്പിൽ അടിമയാണ്. അതുകൊണ്ട് ഇസ്ലാം വന്നു, അടിച്ചമർത്തപ്പെട്ടവൻ്റെ മോചനത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ പുളകിതരായ അടിമ സന്തതികൾ ഇസ്ലാമിൻ്റെ മാർഗം സ്വീകരിച്ച് അവൻ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് മാറി. അവിടെ ജാതിയില്ല. ഇന്ന് അംബുജാഷന എൻ്റെ പേരെഴുതിയിട്ട് വലത് ഭാഗത്ത് എൻ്റെ ജാതി എഴുതും. പൊലയൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു വെള്ള തൊപ്പിതാ, അത് ഞാൻ തലയിലിട്ട് വെക്കാം, എന്നിട്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന കലിമ ചൊല്ലാം. പിന്നെ അംബുജാഷനെ പുലയ എന്ന് വിളിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഈ രാജ്യത്ത്? ഇത് നീതിയുടെ, സമത്വത്തിൻ്റെ ഒരു മതമാണ്. ഞാൻ ഇപ്പോൾ മാറുന്നോ എന്നതല്ല പ്രശ്നം. ഇസ്ലാമിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം നടത്താൻ പ്രവാചകൻ തീരുമാനിക്കുന്ന ഒരു സന്ദർഭം, അതിന് അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോഴും തിരഞ്ഞെടുത്തത് അവരെ ആരുമല്ല. പ്രവാചകൻ തിരഞ്ഞെടുത്തത് ദലിതനായ എൻ്റെയൊക്കെ വംശത്തിൽപ്പെട്ട ബിലാലിനെയാണ്, എൻ്റെ മൂത്താപ്പയാണ്. ബിലാലിനെയാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ആ ബിലാൽ പ്രവാചക തിരുമേനി തോള് കൊടുത്തിട്ട് അതിൽ ചവിട്ടി വിശുദ്ധ കവാലയത്തിൻ്റെ മുകളിൽ കയറി ലോകത്തോട് വലിയൊരു ആദർശത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് കറുത്തവനാണ്, ദളിതനാണ്, അവർണനാണ്. അവർണന്മാരെ ചരിത്രത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എതിരേറ്റു കൊണ്ടുവരുന്ന മാനവീയതയുടെ സംസ്കാരം അത് ചാതുർണ്യമല്ല. ചാതുർണ്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ തുടരുത്, പിടിക്കരുതെന്നൊക്കെയാണ്. ഇതങ്ങനെയല്ല. അത് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്നെ ആകർഷിച്ചൊരു വാക്യമുണ്ട്, മുസ്ലിങ്ങളോട് എന്താണ് ഈ ദളിതർ ഇത്ര ചേർന്ന് നിൽക്കുന്നത് എന്നും ഈ മുസ്ലിങ്ങളോട് ഇത്രത്തോളം വെറുപ്പ് ഇന്ത്യയിലെ RSSകാർക്ക് എന്താണെന്നും ഉള്ളതിൻ്റെ ഉത്തരം ഈ വാക്യത്തിനകത്തുണ്ട്. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരെ അനുഗ്രഹിക്കാനും അവരെ മണ്ണിൻ്റെ അനന്തരാവകാശികളാക്കാനും ഉദ്ദേശിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരെയാണ് കൂടുതൽ അനുഗ്രഹിക്കുക. അവർക്കാണ് ഈ ലോകത്തിൻ്റെ അനന്തരാവകാശികളാകാനുള്ള യോഗ്യത എന്ന് വിശുദ്ധവാക്യം പറയുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞത് മുസ്ലിമായി മാറിയാൽ അവനെ പിന്നെ ജാതി പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആയിരക്കണക്കിന് അടിമകളെ ഇസ്ലാം മോചിപ്പിച്ചു. അവനെ മതപണ്ഡിതനാക്കി മാറ്റി, അവരെ സ്വതന്ത്രരാക്കി മാറ്റി, അവന് സ്വത്ത് കൊടുത്തു. അത് ലോക സമൂഹമായി മാറി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ അടിമകളാക്കി പണിയെടുപ്പിച്ച് അടിച്ചമർത്തി കൊല്ലാങ്കൊല ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാരെ നിങ്ങൾ എന്തിനു മോചിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, എതിരാളികളുമായി ഇപ്പം നേരെ നിൽക്കാൻ ആരേ ഉള്ളൂ. മോചിപ്പിച്ചിട്ട് വെറുതെ അങ്ങ് പോയതല്ല. മോചനം കിട്ടിയ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം ഒരു പുതിയ ലോകം, പുതിയ ഒരു ആദർശം, അവൻ്റെ വിശ്വാസം അവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ ലോകത്ത് എൻ്റെ മേൽ യജമാനനായിട്ടിരിക്കാൻ ദൈവത്തിനല്ലാതെ പരമാധികാരം ഒരു മോഡിക്കുമില്ല, ഒരു മിഠായിക്കുമില്ല, ഒരു ബ്രാഹ്മണനുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം. അവൻ്റെ പോരാട്ടം ജാതിക്കെതിരെ വന്നു. പോരാട്ടം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനെതിരെ പോരാടാൻ ഈ ജനതയ്ക്ക് കഴിഞ്ഞത്. ഈ കേരളത്തിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയും അതേപോലെ അങ്ങനെയുള്ള വിപ്ലവകാരികൾ ഈ കേരളത്തിൽ കുഞ്ഞാലിമരക്കാരടക്കമുള്ളവർ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ശക്തികളോ അവർ ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്നില്ല, അതിന്റെ തുല്യത അംഗീകരിക്കുന്നില്ല, അതിന്റെ സമഭാവന അംഗീകരിക്കുന്നില്ല, മതേതരത്വം അംഗീകരിക്കുന്നില്ല. അവർ ഈ ഭരണഘടനയെ ഇഞ്ചിഞ്ചായി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഇത് പറയുന്നു, ഈ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന്. അത് എഴുതുന്ന കാലത്തെ RSSകാർ പറഞ്ഞതാണ്. സംഘപരിവാർ അന്ന് പറഞ്ഞു, ഈ ഭരണഘടന, ഡോക്ടർ അംബേദ്കർ എഴുതിയ ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് എല്ലാ കാലവും ചാതുർണ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ മനുസ്മൃതിയാണ് എന്ന് അവർ അന്നേ പറഞ്ഞിട്ടുണ്ട്. മനുസ്മൃതി എന്താണ്? ബ്രാഹ്മണന്റെ ഏകാധിപത്യം, ബ്രാഹ്മണന്റെ സർവാധിപത്യം അത് പ്രഖ്യാപിക്കുന്ന മനുസ്മൃതിയാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് ഈ അടുത്ത കാലത്ത് പോലും പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന മാറ്റിയിട്ട് ഈ മനുസ്മൃതി ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി മാറണമെന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുന്നു. പണ്ട്
അവർ തന്നെ പറയുന്നതനുസരിച്ച് ഹിന്ദുത്വ എന്ന് പറഞ്ഞ വീര സവർക്കറുടെ പുസ്തകമുണ്ടല്ലോ, 1923 പ്രസിദ്ധീകരിച്ചു. 1910 എഴുതി തുടങ്ങി. ആ പുസ്തകത്തിൻ്റെ 10, 11, 12 പേജുകൾക്കകത്ത് വീര സവർക്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുത്വ പുസ്തകം. എന്താ? ഞങ്ങൾ വിശുദ്ധ രക്തമുള്ളവരാണ്, ശുദ്ധരക്തമുള്ള ആര്യന്മാർ. ഇന്ത്യക്കാരായിട്ടുള്ള ഈ കർമ്മന്മാരും ദ്രാവിഡരും ഒന്നുമല്ല, ഞങ്ങൾ ശുദ്ധരക്തമുള്ള ആര്യന്മാരാണ്. ഞങ്ങൾ വിദേശത്തുനിന്ന് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് യൂറോഷ്യയിൽ നിന്ന് വന്നവരാണ്. ഞങ്ങൾ വന്നിട്ട് വിവരമില്ലാത്ത ഇന്ത്യക്കാരായ ദസ്യുക്കളെയും ദാസന്മാരെയും അസുരന്മാരെയും ഒക്കെ ഞങ്ങൾ പരിഷ്കരിച്ചു. പിന്നീട് അവരുടെ മേൽ ഞങ്ങൾ അധികാരം സ്ഥാപിച്ചു. അവർ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വരേണ്യവർഗം എന്ന് പറയുന്ന ആര്യന്മാർ വന്ന കോലത്തിൽ നിൽക്കുക. ഇപ്പോഴും ഇവിടെയുള്ള മനുഷ്യരെ തൊടുകയില്ല, കല്യാണം കഴിക്കുകയില്ല. അഥവാ അബദ്ധത്തിൽ അവരിൽപ്പെട്ട ആരെങ്കിലും താഴോട്ട് മാറി പ്രണയിച്ചാൽ ദുരഭിമാന കൊലയെന്ന് പറഞ്ഞ് ആണായാലും പെണ്ണായാലും കേരളത്തിൽ പോലും വെട്ടിക്കൊല്ലും. അപ്പോൾ ഈ രാജ്യത്തെ അടിസ്ഥാന ജനതയോട്, തദ്ദേശീയരായ ഇന്ത്യൻ വംശജരോട് രക്തമിശ്രണത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ ഭാഗമാകാൻ ഇന്നും ആഗ്രഹിക്കാത്ത തങ്ങളുടെ വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിദേശ വംശ വിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ട് നടക്കുന്നത്. അവരെഴുതി വെച്ചേക്കുന്ന അറിയല്ലോ എന്താണ്? സംസ്കൃതത്തിൽ എഴുതി വെച്ച. പണ്ടൊക്കെയാണ് എനിക്കോ നാരായണ ഗുരുവിൻ്റെ ജാതിയിൽപ്പെട്ട ഈഴവർക്കോ അല്ല അയ്യങ്കാരുടെ മക്കൾക്കോ ഒന്നും സംസ്കൃതം പഠിക്കാൻ പറ്റത്തില്ല. സംസ്കൃതം ഈ ദേവഭാഷയാണ്. ഖുർആൻ എഴുതിയിരിക്കുന്ന അറബിയിലാണ്. അല്പം അറബി പഠിച്ചാൽ എനിക്കും വേണമെങ്കിൽ ചൊല്ലാം, പ്രശ്നമൊന്നുമില്ല. എൻ്റെ നാക്കൊന്നും ആരും പിഴുത് കളയത്തില്ല. കളയോ? ആരും പിഴുത് കളയില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ റഹീം എന്ന് അംബുജാക്ഷൻ പറഞ്ഞാൽ ആരും എൻ്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കില്ല, എൻ്റെ നാക്കും പിഴുതുകളയില്ല. ഇതൊക്കെ ആർക്കും പഠിക്കാം. അതാണ് പ്രശ്നം. നേരെ മറിച്ച് സംസ്കൃതം പഠിച്ചാലോ, ഇവിടുത്തെ പഴയ ഭരണഘടന മനുസ്മൃതി എഴുതി വെച്ചിട്ടുണ്ട്, വേദം ഉച്ചരിക്കുന്ന ശൂദ്രൻ്റെ നാവ് പിഴുതു കളയണമെന്നാണ് പറയുന്നത്. എത്ര വലിയ ക്രൂരതയാണ്! ABCD പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആരുടെയും നാവ് പിടിച്ച് വലിച്ചു കീഴുമോ? നമ്മൾ അവനെ പറഞ്ഞ് പഠിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതല്ലേ വിദ്യാഭ്യാസം, അതല്ലേ സംസ്കാരം. ഇവരുടെ സംസ്കാരം അവരെഴുതി വെച്ചിട്ടുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചാണ് വിചാരധാരയിൽ പറയുന്നത്. ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്ത ഭാവന മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമഗ്രന്ഥത്തിലാണ്. ഈ അംബേദ്കർ എഴുതിയ ഭരണഘടനയൊന്നും ഒന്നിനും കൊള്ളില്ല. ഞങ്ങളുടെ നിയമം മനുസ്മൃതിയാണ് ഇന്ത്യക്ക് വേണ്ടത്, ലോകത്തിന് വേണ്ടത്. വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ പറഞ്ഞതാണ്, വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം. എന്തിനാണ്? ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ചാൽ പോരെ? പച്ചവെള്ളം ഒഴിച്ചാൽ പോരാ, പച്ചവെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി മതി. ഈയമാണെങ്കിൽ 200 ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ടെങ്കിലേ ഈയം ഉരുകത്തുള്ളൂ. എന്നിട്ട് മനുസ്മൃതി 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈയത്തോടു കൂടി ഉരുക്കും ചേർക്കണം. അരക്കും ഈയവും കൂടി ചേർത്തിട്ട് ഈ വേദം ABCD എങ്ങാനും നഴ്സറി സ്കൂളിൻ്റെ മുമ്പിലൂടെ ഈഴവനോ അല്ലെങ്കിൽ നായർ പോലും പോയാൽ അവൻ്റെ കാതിൽ ഉരുക്കി ഒഴിച്ചു കൊടുക്കണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു. പഠിക്കാൻ പറ്റുകയില്ല, അറിവ് പറ്റുകയില്ല. ആ അറിവ് നിഷേധിച്ചു ഈ വലിയ അത്തരത്തിലുള്ള ചാതുർവർണ്ണ്യം. അങ്ങനെ നിഷേധിക്കപ്പെട്ട ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈഴവരാതി പിന്നോക്കക്കാരന് കുമാരനാശാൻ പാടിയിട്ടില്ലേ ഇവിടെ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കാണാൻ പോലും പറ്റില്ല. തമിഴ്നാട്ടിലേക്ക് പോകൂ, ഒരു വലിയ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, ഒരുപാട് ദളിതർ ചത്തു. എന്താ കാര്യം? ദളിതരെ ഞങ്ങൾക്ക് കാണണ്ട, കണ്ടാൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്ന് അന്ന് കുമാരനാശാൻ എഴുതി. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് ദളിതരെ കാണണ്ട എന്ന് പറഞ്ഞ് സവർണന്മാർ തമിഴ്നാട്ടിൽ വലിയ മതിലുകൾ കെട്ടിപ്പൊക്കുകയാണ്, കോളനികൾക്ക് മീതെ. ഞാൻ പറയുന്നത്, ആ ജനത്തിന് വിദ്യാഭ്യാസവും ഉദ്യോഗവും അധികാരമൊക്കെ വേണം, കിട്ടിയിട്ടൊന്നുമില്ല, കൊടുക്കണമെന്ന് ഭരണഘടന പറഞ്ഞതും ആ ഭരണഘടനയിലേക്ക് എത്തിയതും മഹാനായ ശ്രീനാരായണ ഗുരുവും വക്കമൗലവിയും അയ്യൻകാളിയും ദേശീയമായ ബാബാ സാഹേബ് BR അംബേദ്കർ ഒക്കെ നടത്തിയ വലിയ പോരാട്ടങ്ങളാണ്. അതുകൊണ്ട് ആ മനുസ്മൃതിയെ ആധാരമാക്കിക്കൊണ്ട് ഇന്ത്യയിലൊരു ഹിന്ദുരാഷ്ട്രം, മതേതര ഇന്ത്യയെ ഇല്ലായ്മ ചെയ്തിട്ട് അതിന്റെ സ്ഥാനത്ത് ഒരു ഹൈന്ദവ, ഏത് ഹൈന്ദവം? സാധാരണ ഹൈന്ദവമല്ല. ഇവിടെ ഈഴവൻ ഹിന്ദുവാണെന്ന് വിചാരിക്കുന്ന ഈഴവരോ, ഹിന്ദുവാണെന്ന് വിചാരിക്കുന്ന നായന്മാരോ, ഹിന്ദുവാണെന്ന് വിചാരിക്കുന്ന ആശാരി മൂശാരി തട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെ പട്ടികജാതി പട്ടികവർഗക്കാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇന്ത്യ അല്ല, നിങ്ങളുടെ രാഷ്ട്രമല്ല ഹിന്ദുരാഷ്ട്രം. നേരെ മറിച്ച് ഈ രാജ്യത്ത് ഒരു ബ്രാഹ്മണ ഹിന്ദുരാഷ്ട്രം വരണം, ഒരു സവർണ ഹിന്ദുരാഷ്ട്രം വരണം. ആ സവർണരിൽ തന്നെയുള്ള ഏറ്റവും ഉയർന്ന
ഉയർന്ന ബ്രാഹ്മണരുടെ ഒരു ഏകാധിപത്യ ബ്രാഹ്മണ ഫാഷിസ്റ്റ് തേർവാഴ്ചയുടെ ഒരു ഹിന്ദു രാഷ്ട്രത്തെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പാവപ്പെട്ട ഒരു ഹിന്ദുവിന് പോലും യാതൊരുവിധമായ പരിഗണനയും ഉണ്ടായിരിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ആ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്, അതിലേക്കുള്ള ഈ രാജ്യത്തെ അതിലേക്കുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്ത് ഇന്ന് സംഘപരിവാറിന്റെ ആശിസ്സുകളോടെ ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യത്തിന്റെ കർത്തസ്ഥാനത്തേക്ക് താടി വെച്ച കുട്ടികൾ വരരുത്, തലപ്പാവ് വെച്ച ചെറുപ്പക്കാർ വരരുത്, നിസ്കാരത്തരമ്പുള്ളവർ വരരുത്. ഇത് നിങ്ങൾക്ക് പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ എങ്ങാനും കാമ്പസുകളിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് പോലെ നല്ല മത ദീനി പേഴ്സണാലിറ്റി കാണിച്ചാൽ ലവ് ജിഹാദ് ആരോപിക്കും. അങ്ങനെയൊക്കെ നല്ലവരായാൽ വശീകരിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് നുണക്കഥകൾ പറഞ്ഞു. ലവ് ജിഹാദിന്റെ നുണക്കഥകൾ തകർന്ന് തരിപ്പണമായി തള്ളിക്കളഞ്ഞു. ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി നമ്മുടെ യുവജനങ്ങൾ തെരുവിറങ്ങി നിന്നുകൊണ്ട് അമിത്ഷായോട് മോഡിയോട് അവർ പറയുന്നു, ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ അനുവദിക്കയില്ല ഞങ്ങൾ. ഒരിക്കൽ വിഭജനത്തിന്റെ നൊമ്പരം എന്താണെന്ന് നമ്മൾ അറിഞ്ഞവരാണ്. അന്ന് ആരാണ് വിഭജിച്ചത് എന്ന് നമുക്കറിയാം. ഇന്ത്യ വെട്ടിമുറിച്ചതിന് ഉത്തരവാദികൾ ആരാണ്? ഇവിടെ പറയുന്നത് പോലെ പ്രചരിപ്പിച്ചതുപോലെ 1947 ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിച്ചതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ആലോചിക്കണം നിങ്ങൾ. വല്ലഭായ് പട്ടേലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നമുക്കറിയാം, അദ്ദേഹം മലയാളിയായ മേനോനാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ആത്മകഥയിൽ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇന്ത്യ വിഭജനത്തിന് ഉത്തരവാദികൾ മുസ്ലിങ്ങളല്ല, നേരെ മറിച്ച് ഈ രാജ്യത്തെ വിഭജിക്കാനും അങ്ങനെ ഈ രാജ്യ അധികാരം നേടിയെടുക്കാനും ആഗ്രഹിച്ചത് ഇന്ത്യയിലെ സവർണ ഹിന്ദുക്കളായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് രാജ്യത്തെ വിഭജിച്ചു. അതിന്റെ നൊമ്പരങ്ങളുടെ മുറിവുകളിൽ നിന്നും ഇന്നും ഈ രാജ്യത്തെ ജനങ്ങൾ കരകയറിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഇപ്പോൾ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടന പൗരത്വത്തെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ NRC എന്താണ്? പുതിയ ആയുധങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ വംശഹത്യക്ക് വിധേയമാക്കാനുള്ള. എങ്ങനെയാണോ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറും കൂട്ടാളികളും ജൂതന്മാരെ അവർ വെറുക്കുന്ന, അവർ അങ്ങേയറ്റം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന, വംശീയതയുടെ പേരിൽ അവർ വെറുക്കുന്ന ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകൾ ഇട്ട് വറുത്ത് കൊന്നത്, ഇല്ലായ്മ ചെയ്തത്, വംശവിച്ഛേദം വരുത്തിയത്, അതുപോലെ എങ്ങനെയാണോ ഫാഷിസ്റ്റ് മുസോളിനി ഇറ്റലിയിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത വംശങ്ങളെ ഉന്മൂലനം ചെയ്തത്, അതുപോലെ ഇന്ത്യ രാജ്യത്ത് തങ്ങൾ വെറുക്കുന്ന മതവിഭാഗത്തെ, വെറുക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള എത്നിക് ക്ലീനിങ്സിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് അവർ ഉപയോഗിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ആയുധം, ഒരുപാട് ആയുധങ്ങൾ നമ്മൾ കണ്ടു. ആദ്യം ഘർവാപ്പസി എന്ന് ഈ രാജ്യത്ത് ആദിവാസിയോട് പറഞ്ഞു, ദളിതരോട് പറഞ്ഞു, മര്യാദയ്ക്ക് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നീ മടങ്ങി വരണം ഭവനത്തിലേക്ക്, കർവാപ്പസി വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലണം. എവിടേക്കാ മടങ്ങിച്ചെല്ലേണ്ടത്? ഇല്ലത്തേക്ക് വരാൻ പറ്റുമോ തമ്പുരാനെ? അവിടെ നാട്ടി ഓടിച്ചതല്ലേ. അതുകൊണ്ട് പട്ടികജാതിക്കാരനെ പൊലേന് പറയന് കുറവന് ദളിതന് ആദിവാസിക്ക് ഇല്ലങ്ങളിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? അമ്പലങ്ങളിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഇല്ല. പിന്നെ എവിടേക്കാണ് വരേണ്ടത്? അതുകൊണ്ട് ഈ രാജ്യത്ത് അവർണ ജനത അത് തള്ളിക്കളഞ്ഞു. വരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. അവർ മടങ്ങിപ്പോയില്ല. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു, ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു. ഇന്ത്യയിൽ ഉടനീളം ഉരയിലടക്കം ദളിതരെ ഇഞ്ചിഞ്ചായി ഈ രാജ്യത്തെ ജാതി പ്രമാണിമാർ, സംഘപരിവാറുകാർ തല്ലിക്കൊല്ലുകയും തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. അവർ ഘർവാപ്പസി പറഞ്ഞു, ലവ് ജിഹാദ് പറഞ്ഞു, പിന്നെ ബീഫ് പറഞ്ഞു, പശുവിനെ കുറിച്ച് പറഞ്ഞു. മുഹമ്മദ് അഖിലാഖിനെ പോലെയുള്ള എത്രയെത്ര നിരപരാധികളെയാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ കയറിയ സംഘപരിവാർ തല്ലിക്കൊന്നത്. ആൾക്കൂട്ട കൊലകൾ ആസൂത്രണം ചെയ്ത RSSകാർ, സംഘപരിവാർ ആസൂത്രണം ചെയ്ത കൊലകൾക്ക് ആൾക്കൂട്ട കൊലകൾ എന്ന് വിളിച്ചു. ആൾക്കൂട്ടങ്ങളായാൽ ശിക്ഷിക്കേണ്ടതില്ലോ, തെളിവുകൾ നിരത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആൾക്കൂട്ട കൊലകൾ. എത്ര പേരെയാണ്? ഇതാ മുസ്ലിങ്ങളോട്, എവിടെയാണ് നിന്റെ പൗരത്വം? അച്ഛന്റെ പൗരത്വ റെക്കോർഡ് എവിടെയാണ്? ഉപ്പായുടെ പൗരത്വത്തിന് തെളിവ് എവിടെയാണ്? ഉപ്പാന്റെ പൗരത്വത്തിന് തെളിവ് എവിടെയാണ്? ആ തെളിവ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായ മഹാവിപ്ലവകാരികളായ ഞങ്ങളുടെ പൂർവികരുണ്ട് എന്ന് ഉറക്കെ പറയാൻ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് കഴിയണം. ഒരു RSSകാരൻ പോലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ രക്തസാക്ഷികളായിട്ടില്ല. ഒരു BJPക്കാരൻ പോലും ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ അവൻ മുന്നിൽ നിന്നിട്ടില്ല. 1857 ശിപ്പായി ലഹള മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ വെള്ളക്കാരന് നേരെ നെഞ്ചു വിരിച്ച് കാണിച്ച ഒന്നും ഇവന്മാരല്ല, ഇവന്റെ ഒന്നും അപ്പൂപ്പന്മാരല്ല. വെള്ളക്കാരന് മുമ്പിൽ ഇരുമാറ് കാട്ടിയ, രക്തസാക്ഷികളാകാൻ തീരുമാനിച്ച, ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സമ്മാനിച്ച ഒരു സമുദായമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ. അത് മറക്കണ്ട. ഒരു RSSകാരനും ചരിത്രം എഴുതിയാൽ
അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 47 വരെയുള്ള അല്ലെങ്കിൽ 1857 മുതൽ 47 വരെ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരു RSSകാരൻ, ഒരു സംഘപരിവാറുകാരൻ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി മരിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടില്ല. നേരെ മറിച്ച് അവൻ്റെയൊക്കെ നേതാക്കന്മാർ സവർക്കറൊക്കെ പോർട്ട് ബ്ലെയറിൽ അവിടെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകടത്തിയപ്പോൾ അവിടെ കിടന്നുകൊണ്ട് വൈസ്രോയ്ക്ക് മാപ്പ് എഴുതി കൊടുത്ത് 6 പ്രാവശ്യം മാപ്പ് എഴുതി കൊടുത്ത് രാജ്യത്ത് ഒട്ടിക്കൊടുത്തവരാണ് സംഘപരിവാറുകാർ. അവരാണിപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത പറയുന്നത്. അതുകൊണ്ട് പൗരത്വത്തിന്റെ അടയാളവും പൗരത്വത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ പുതിയ വിപ്ലവ യൗവനം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പ്രധാനമന്ത്രി ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെയെന്ന്. ഉത്തരമില്ല. നരേന്ദ്രമോദി എവിടെയാ പഠിച്ചത്, എവിടുന്നാ ഡിഗ്രി എടുത്തത്, ഏത് കോഴ്സാ പഠിച്ചത്, ഉത്തരമില്ല. എവിടെയാണ് മോഡിയുടെ സർട്ടിഫിക്കറ്റ്? ആ സബ്ജക്റ്റിൻ്റെയൊക്കെ പേര് കേട്ടാൽ നമ്മൾ തോന്നും എന്താണ് മാസ്റ്റർ ഓഫ് ഓൾ ഡിഗ്രീസ് എന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം വലിയ മണ്ടത്തരം. സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾ പോലും അങ്ങനെ ഒരു മാസ്റ്റർ ബിരുദം ഉണ്ടെന്ന് പറയത്തില്ല. പക്ഷെ മോഡിയുടെ ബിരുദം മാസ്റ്റർ ഓഫ് ഓൾ സയൻസ് എന്നാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാത്തിലും, സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും എല്ലാം ഒരേ സമയം ഒറ്റ ബിരുദം മേടിച്ച ആളാണ് പോലും. എവിടെ നിന്നാണ് ചോദിക്കരുത്. ആരോ കേസ് കൊടുത്തു, അവസാനം ഇത് ഹാജരാക്കണമെന്ന് പറഞ്ഞു. മോഡി കൊടുത്തതൊക്കെ തട്ടിപ്പായിരുന്നു എന്ന് വന്നിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇത് മോഡിയുടെ കാര്യത്തിലായാലും സ്മൃതി ഇറാനിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലായാലും അമിത് ഷായുടെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളും കള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെയാണ്. ആദ്യം അതിനൊക്കെ ഉത്തരം കണ്ടിട്ട് മതി ഇങ്ങോട്ട് വന്ന് സർട്ടിഫിക്കറ്റുകളൊക്കെ ചോദിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ എക്കണോമി GST വന്നപ്പോൾ, അതേപോലെ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനം വന്നപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടന ഇന്ന് വരെ അനുഭവിച്ചിട്ടല്ലാത്ത രീതിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യമില്ല. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കരുതൽ ധനം, ആ കരുതൽ ധനമാണ് ഇന്ന് BJP ഗവൺമെന്റ് ചോദിച്ചു വാങ്ങിയിട്ട് അതെടുത്ത് കട്ടുമുടിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ റിസർവ് മണി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഓക്സിജൻ ആണെങ്കിൽ ആ ഓക്സിജൻ സിലിണ്ടറുകൾ പോലും തട്ടിയെടുത്തുകൊണ്ട് ഇന്ത്യൻ എക്കണോമിയെ തകർക്കുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലാത്ത യുവാക്കളുടെ ഗതി എന്താണ്? ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് തൊഴിൽ രഹിതരാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പബ്ലിക് സെക്ടർ, ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പ്രതിപാദനന്മാരായ നമ്മുടെ ദേശീയ നേതാക്കൾ, അവർ കെട്ടിപ്പടുത്ത പബ്ലിക് സെക്ടർ ഇപ്പോൾ BPCL അടക്കം വിൽക്കുകയാണ്. എല്ലാം വിട്ടുതൊലക്കുകയാണ്. പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗായി മാറിയത് നമുക്കറിയാം. നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഇന്ന് തകർക്കപ്പെടുന്നു. ആ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ അട്ടിമറിക്കപ്പെട്ടു. CBI അവരുടെ നിയന്ത്രണത്തിലാണ്. അതിന് യാതൊരു വിധമായ പ്രത്യേകതകളുമില്ല. CBI ഇന്ന് നിയന്ത്രിക്കുന്നത് സംഘപരിവാറാണ്. ഏത് സ്ഥാപനമാണ്? ഇന്ത്യയുടെ ബാങ്കുകളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അവർക്കൊരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഈ EVM തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് എവിടെ ഞെക്കിയാലും BJPക്കാണ് വോട്ട് പോകുന്നത്. കൈപ്പത്തിക്ക് ഞെക്കിയാലും അല്ലെങ്കിൽ സിലിണ്ടറിന് ഞെക്കിയാലും അരിവാൾ ചുറ്റക്ക് ഞെക്കിയാലും വോട്ട് പോകുന്നത് BJPയുടെ പെട്ടിയിലാണ്. അതാണ് ഇവിടുത്തെ EVM എന്ന് പറയുന്നത്. തട്ടിപ്പാണ്. EVM മെഷീൻ ഒന്നാം തരം തട്ടിപ്പാണ്. BJP 2014 അധികാരത്തിൽ വന്നത് EVM മെഷീൻസ് ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുത്ത് അഴിമതി കാണിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് വന്നത്. ഇപ്പോൾ സുപ്രീം കോടതി അന്വേഷണത്തിൽ ഉത്തരവിടുകയും ഇന്ത്യയിലെ 240ഓളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ EVM അട്ടിമറി നടന്നിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വസ്തുതകൾ പുറത്തു വരുന്ന ഒരു കാലം കണക്ക് പറയേണ്ടി വരും ഇന്ത്യൻ പൗരന്മാരുടെ മുമ്പിൽ. ഈ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വീണ്ടും ഇലക്ഷൻ നടത്തേണ്ടി വരും. അങ്ങനെ നടത്തിയാൽ പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അമിത്ഷായ്ക്ക് ധൈര്യമുണ്ടോ? നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോ? പേപ്പർ ബാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വെല്ലുവിളിക്കുക. ഞാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി വെല്ലുവിളിക്കുക. ധൈര്യമില്ല. അങ്ങനെ വന്നാൽ ഇനി ഒരു നിമിഷം ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ പൊതുസ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കാണ് ഇവിടെ സുരക്ഷ? സമുദായങ്ങൾക്ക് സുരക്ഷയില്ല. ദളിതർക്ക്, ആദിവാസികൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, കർഷകർ ആത്മഹത്യ ചെയ്യുക, അവരുടെ നട്ടലൊടിച്ചു. ചെറുപ്പക്കാർക്ക് ജോലിയില്ല. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ്, ചുട്ടുകൊല്ലപ്പെടുക. ആർക്കാണ് ഇവിടെ? ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു പോയാൽ നാം വരിയുന്ന ഒരു കാലം മാധ്യമങ്ങൾ വാമൂടിക്കെട്ടണം, താക്കീത് കൊടുക്കുകയാണ്. സ്വകാര്യത പോലും നിയന്ത്രിക്കപ്പെടുക. പ്രൈവസി പ്രൊട്ടക്ഷൻ ആക്ട് ഇപ്പൊ തൊട്ടുപിറകെ വരും. സ്വകാര്യ അവകാശ സംരക്ഷണ നിയമം അത് വന്നാൽ നമ്മുടെ എല്ലാവരുടെയും വാട്സപ്പ്, നമ്മുടെ എല്ലാവരുടെയും ടെലിഫോൺ, നമ്മുടെ എല്ലാം ഫേസ്ബുക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കാം അവർക്ക്. അത് പറയുന്നു എന്താണ്? ഒരു അജണ്ട ഉണ്ട്. സവർക്കർ പറഞ്ഞ ഒരു അജണ്ട എന്താ? അത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്, ബ്രാഹ്മണ രാഷ്ട്രമാണ്. ഇവിടെയുള്ള മുസ്ലിമും
ഇവിടെയുള്ള ക്രിസ്ത്യാനിയും ഹിന്ദു മതത്തിന് കീഴ്പ്പെടണം. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഭൂരിപക്ഷ മതത്തിന് കീഴ്പ്പെടണം. ഇവിടെ ഒരു സംസ്കാരമേ ഉള്ളൂ, അത് സവർണന്റെ ആ സംസ്കാരമാണ്. ആ സംസ്കാരം നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങളുടെ പ്രത്യേകതകൾ ഉപേക്ഷിക്കണം. എന്നിട്ട് ഹൈന്ദവ സംസ്കാരത്തിന്റെ മുമ്പിൽ നിങ്ങൾ കീഴടങ്ങണം. അത് കീഴടങ്ങാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കണം. ഒന്നിൽ ഇന്ത്യ വിട്ടു പോകണം, അല്ലെങ്കിൽ അഭയാർത്ഥികളെ പോലെ ജീവിക്കണം. ഇത് വിചാരധാരയ്ക്കകത്ത് RSSകാര് ഗോൾവാൾക്കർ അന്നേ എഴുതി വെച്ച കാര്യമാണ്. അതേപോലെ ഇത് വി ഓർ അവർ നാഷൻ ഗുഡ് ഡിഫൈൻ, ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശീയത്വം നിർവചിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറുകാർ അന്ന് എഴുതി വെച്ചതാണ്. ആ എഴുതിയതിനകത്ത് അവർ പറയുന്നുണ്ട് എന്താണ്? ജൂതന്മാരെ രാജ്യത്ത് നിന്ന് പിഴുതെറിഞ്ഞ് ജർമ്മനി ലോകത്തിന് ഞെട്ടിച്ചു. വംശഹത്യ അതാണ് ആ ഞെട്ടിച്ച വംശഹത്യ. ആ ബോധമായിരുന്നു, അതൊരു വലിയ ബോധമായിരുന്നു അവിടെ ഉയർന്നു വന്നതെന്നാണ് പറയുന്നത്. ജൂതന്മാരെ ഈ പിഴുതെറിഞ്ഞത് ഒരു വലിയ ദേശാഭിമാന ബോധമായിരുന്നു. ഇത് നമുക്ക് ഹിന്ദുസ്ഥാനിലേക്ക് പകർത്താനുള്ള പാഠമാണ്. ജർമ്മനിയിൽ ജൂതന്മാരെ ആര്യന്മാർ വംശഹത്യയിലൂടെ പിഴുതെറിഞ്ഞ പാഠം ഇന്ത്യക്കകത്ത് ഹിന്ദുസ്ഥാനിൽ പകർത്താനുള്ള പാഠമാണ് എന്ന് പറയുകയാണ് ഗോൾവാൾക്കർ. അപ്പോൾ ഇന്ത്യക്കകത്ത് ആരെയാണ് പിഴുതു കളയണ്ടേ? അത് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. ഇന്ത്യക്കകത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ്, ഒന്നാമത്തെ. രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ. ഈ ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അത്രയും വലിയ ശത്രുക്കളാണോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരുടെ നേരെയൊന്നും അത്തരത്തിൽ വലിയ കാര്യങ്ങളൊന്നും അതുപോലെ നടക്കുന്നില്ല. അപ്പോൾ ഇത് എഴുതി വെച്ച കാര്യമാണ്. മറ്റൊന്ന്, ഹിന്ദു സംസ്കാരം സ്വായത്തമാക്കാനാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശ്രമിക്കേണ്ടത്. ഹിന്ദു സംസ്കാരം അല്ലാതെ ഈ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ഏകദൈവ വിശ്വാസവും സംസ്കാരവും ഖുർആനും ഒക്കെ അല്ല, അത് കളഞ്ഞിട്ട് ബഹുദൈവ വിശ്വാസം, ഈ ജാഹില്യ, അതൊക്കെ അങ്ങോട്ട് അംഗീകരിക്കണം. അങ്ങനായാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥ ദേശീയ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ പുറത്താകും ഇത് സ്വീകരിച്ചില്ലെങ്കിൽ, ഹിന്ദു സംസ്കാരം സ്വീകരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഹിന്ദുസ്ഥാനിലെ വിദേശികൾ അവരുദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമാണ്. ഹിന്ദു സംസ്കാരവും ഭാഷയെ സ്വീകരിക്കണം, ഹിന്ദു മതത്തെ ആദരിക്കാൻ പഠിക്കണം. ഹിന്ദു വംശത്തിൻ്റെ മഹത്വത്തിനല്ലാതെ മറ്റൊന്നിനും നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് ഹിന്ദു വംശത്തിൽ അലിഞ്ഞു ചേരാൻ നിങ്ങളുടെ സ്വത്വം മുസ്ലിമാണ് എന്ന സ്വത്വം ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ ഹിന്ദു രാജ്യത്തെ കീഴടങ്ങി ഒന്നും ചോദിക്കാതെ ദാസന്മാരായിട്ട് അടിമകളെ പോലെ ഇവിടെ ജീവിച്ചോളണം. അന്ന് 1925 ആ കാലഘട്ടത്തിൽ തന്നെ ഇത് എഴുതി വെച്ചു. അന്ന് ഇത് നടപ്പിലാക്കാനുള്ള അധികാരം കയ്യിലില്ലായിരുന്നു. അധികാരം അവസാനം കിട്ടിയത് കോൺഗ്രസിൻ്റെ കയ്യിലും മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിലുമാണ്. അതുകൊണ്ട് അവർ കാത്തിരുന്നു. മൂഞ്ചെ പറയുന്ന ഒരു കാര്യമുണ്ട്, അറിയാമല്ലോ. മൂഞ്ചെ RSSൻ്റെ മറ്റൊരു നേതാവാണ്. 1931 രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ പോയിട്ട് മൂഞ്ചെ മടങ്ങി വന്നപ്പോൾ ഇറ്റലിയിലൂടെയാണ് വന്നത്. എന്തിനാ ഇറ്റലിയിലൂടെ വന്നത്? ഇറ്റലി ചെന്ന് മുസോളിനിയെ കണ്ടു. ലോകത്തെ ഏറ്റവും വലിയ ഫാഷിസ്റ്റായ മുസോളിനിയെ കണ്ടു. എങ്ങനെയാണ് മുസോളിനി അവർ എതിർക്കുന്ന ചില ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നത് എന്നും തടങ്കലിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്നും ഒക്കെ പീഡിപ്പിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആ മൂഞ്ചയുടെ ഡയറി കുറിപ്പുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയാണ് ഹിന്ദു രാജ്യമായി ഇന്ത്യക്ക് ആവശ്യം. അങ്ങനെ ഒരു ഏകാധിപതിയെ എന്ന് ഇന്ത്യക്ക് കിട്ടുന്നോ അന്നുവരെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല, പണിയെടുത്തുകൊണ്ടേയിരിക്കും. വരേണ്യ വൈദേശിക സ്വത്വത്തെ ഇപ്പോഴും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു വിദേശ വംശവിഭാഗമാണ് ഈ സംഘപരിവാർ കൊണ്ട് നടക്കുന്നത്. അവർ വളരെ കുറച്ചേ ഉള്ളൂ. ജനസംഖ്യയിൽ 2-3% മാത്രമുള്ള ഈ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി. അവരാണ് പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണെന്ന്. ഈ 2% ഈ ഇന്ത്യ അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരുടേതാണ്. ഇന്ത്യക്കാരുടെ ഭാഗമാകാൻ ഇപ്പോഴും അവർക്ക് അയിത്തമാണ്. അപ്പോൾ അവർ ഈ ബ്രാഹ്മണരാരും കുറുവടി എടുക്കുകയില്ല, അവരധ്വാനിക്കുകയില്ല. ഈ ലോകം മുഴുവൻ അവൻ്റെതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ബ്രാഹ്മണനായ ചിത്പവൻ ബ്രാഹ്മണരുടെ സംഘടനയായ RSS എന്ന തീവ്രവാദി പ്രസ്ഥാനത്തിന് ആയുധമെടുത്ത് രഥയാത്ര നടത്തേണ്ടതും ഇഷ്ടിക ചുമന്ന് പള്ളി പൊളിക്കാൻ പോകേണ്ടതും RSSൻ്റെ കേരളത്തിലടക്കമുള്ള ആയിരക്കണക്കിന് ശാഖകളിൽ കുറുവടി കറക്കേണ്ടതും അതിനൊക്കെ ഈ രാജ്യത്ത് ദളിതർ വേണം, പട്ടികജാതിക്കാർ വേണം, ആദിവാസികൾ വേണം, പിന്നോക്കക്കാർ വേണം,
ആശാരി മൂശാരിയും തട്ടാനും ഈഴവനും വേണം. എന്നാൽ ഈ പിന്നോക്കക്കാരന് ചരിത്രത്തിൽ ആദ്യമായി അർഹതപ്പെട്ട അധികാരം 27% കൊടുക്കണമെന്നൊരു കമ്മീഷൻ പറഞ്ഞപ്പോൾ ആ കമ്മീഷനെ അട്ടിമറിക്കാൻ ഉത്തരേന്ത്യയിൽ വർഗീയ കലാപം നടത്തി. അതിന് ഉദ്യോഗം തരില്ല എന്ന് പറഞ്ഞ് ഈഴവൻ്റെ എതിരെ കുറുവടിയെടുത്താൽ ഈ RSSന്റെ ഗൂഢാലോചന തകരും. 4-3 പേരേ ഉള്ളൂ. പിന്നോക്കക്കാരനോട് ഇത് തരില്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ്റെ ശ്രദ്ധ അധികാരത്തിൽ നിന്ന് അമ്പലത്തിലേക്ക് തിരിച്ചുവിട്ടാൽ കാര്യം കഴിഞ്ഞല്ലോ. ഇപ്പോഴും നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. കണ്ണടച്ച് ഇരുത്തിയിട്ട് ഈ അമൃതും അധികാരമൊക്കെ എടുത്തുകൊണ്ട് പോവുക. അതുകൊണ്ട് അധികാരം ചോദിക്കുമ്പോൾ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുക. അയ്യോ അധികാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ അമ്പലത്തിൽ പോയിട്ട് വാ. ഇതിങ്ങനെ പലപ്പോഴും. അപ്പോഴാണ്, അതുവരെ രാമനില്ല ചരിത്രത്തിൽ. പെട്ടെന്ന് രാമൻ പൊടി തട്ടി രാമനെ എടുത്തു. അയോധ്യ, ഫൈസാബാദ്, അവിടെ പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു ക്ഷേത്രം. അവർ പറയുന്നു ആര്യന്മാരാണ്, അവർ വെളിയിൽ നിന്ന് വന്നതാണെന്ന്. RSSകാർ തന്നെ പുസ്തകം എഴുതി വെച്ചിരിക്കുകയാണ്, ആര്യന്മാരാണ്, ഇന്ത്യക്കാരല്ല, അവർ വെളിയിൽ നിന്ന് വന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അയോധ്യക്കകത്ത് എങ്ങനെയാണ് അവരുടെ അപ്പൂപ്പൻ അമ്പലം ഉണ്ടാവുന്നത്? അത് വേറൊരു കാര്യം, അതാരും ചിന്തിക്കുന്നില്ല. അങ്ങനെ പള്ളി അവസാനം 92 പൊളിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞല്ലോ, പൊളിച്ചത് തെറ്റായിപ്പോയി, വലിയ ഔദാര്യമാണ്, പൊളിച്ചത് കുറ്റകൃത്യമാണ്. ബാബരി മസ്ജിദ് പൊളിച്ചത് കുറ്റകൃത്യമാണ്, തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷയും കൂടെ പറയണ്ടേ കോടതി? കുറ്റം പറഞ്ഞാൽ ചെയ്തത് കുറ്റമാണെന്ന് കോടതിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വിധിയിൽ അങ്ങനെ പറഞ്ഞ ഒരു കോടതി കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചോ? ശിക്ഷിച്ചില്ല. ആരെയാ ശിക്ഷിച്ചത്? വിശ്വാസികളെ. 450 വർഷക്കാലം ബാബരി മസ്ജിദ് എന്ന പള്ളി ആരാധിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇരുട്ടടി കൊടുത്തു, ശിക്ഷിച്ചു. എന്നിട്ട് ഭൂമി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തേരെ, വിട്ടേരെ. ഇത് പറയാനാണോ കോടതിയുടെ ജോലി? ആ വിധി ഭരണഘടനയ്ക്ക് എതിരാണ്. ആ വിധി ജനാധിപത്യ വിരുദ്ധമാണ്. ആ വിധി നീതിരഹിതമാണ്. എന്നിട്ട് ഒരു മതേതരത്വ രാജ്യത്ത് ഒരു കോടതി ഒരു മതസ്ഥാപനം ഉണ്ടാക്കാൻ, ട്രസ്റ്റ് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഒരു മതേതരത്വ രാജ്യത്ത് മതത്തിൻ്റെ ജോലി ചെയ്യേണ്ടത് കോടതിയല്ല, സർക്കാരല്ല, മതങ്ങളാണ്. പക്ഷേ മതേതര ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം മതേതര തത്വങ്ങളെ ബലികഴിച്ച് അമ്പലം ഉണ്ടാക്കാൻ, ട്രസ്റ്റ് ഉണ്ടാക്കാൻ സർക്കാരിനോട് പറയുന്നിടത്ത് നമ്മുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ 100 വർഷക്കാലം പണിയെടുത്ത് ഇപ്പോൾ ആ ഏകാധിപതികളെ കിട്ടി. ഒരേകാധിപതിയെയാണ് മൂഞ്ചെ ആഗ്രഹിച്ചത്. ഇപ്പോൾ ഇരട്ടിച്ച് 2 ഏകാധിപതികളുണ്ട്. ഒരാളുടെ പേര് മോഡി, മറ്റൊരാളുടെ പേര് അമിത്ഷാ. അതിലാരാണ് വലിയവനെന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അവർക്കിടയിലുള്ള ചെറിയ രഹസ്യമായ തർക്കം. എന്താണെങ്കിലും അവർ ഇന്ത്യക്കെതിരാണ്, ഭരണഘടനയ്ക്കെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ഈ രാജ്യത്തെ എല്ലാ പൗരാവകാശങ്ങൾക്കും എതിരാണ്. RSSന്റെ ഈ ആഗ്രഹമാണ് ഇവിടെ വന്നത്. ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, ചരിത്രത്തിൽ ഇങ്ങനെ RSS ഉന്മൂലനം ചെയ്യണം എന്ന് വിചാരിച്ച സമുദായത്തെ തന്നെയാണ് ഇന്ത്യയുടെ അധികാരത്തിലിരുന്ന വരേണ്യരായ ഭരണാധികാരികൾ BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പും കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2014 കൂടുതൽ കാലം ഇവർക്ക് അധികാരം കിട്ടിയത്. 2019 ഇപ്പോൾ 2ാം ഊഴം കിട്ടിയത്. പക്ഷേ ബാബരി മസ്ജിദ് പൊളിച്ചത് എന്നാണ്? ബോംബെ കലാപം നടന്നത് എന്നാണ്? ഗുജറാത്തിലെ കലാപം നടന്നത് ആരുടെ ഭരണത്തിലാണ്? മുൻഷിദാബാദും ഭഗൽപൂരും പിപ്രയുമൊക്കെ അരങ്ങേറിയത് എവിടെയാണ്? നമ്മൾ പഠിക്കണം. ഇന്ത്യ ഭരിച്ച രാഷ്ട്രീയ പാർട്ടികളെ മാത്രം എടുത്തിട്ട് ഇതിനുത്തരം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരിന്ത്യ ഭരിച്ചാലും അധികാരം നിയന്ത്രിച്ച ഒരു ബ്യൂറോക്രസിയുണ്ട്, പോലീസിനെ നിയന്ത്രിച്ച ഒരു ബ്യൂറോക്രസിയുണ്ട്, പട്ടാളത്തെ നിയന്ത്രിച്ച ഒരു ബ്യൂറോക്രസിയുണ്ട്, പ്രൊഫഷണൽ ആംഡ് കോൺസ്റ്റാബിളറെ നിയന്ത്രിച്ച ബ്യൂറോക്രസിയുണ്ട്. അതെന്നും ഹിന്ദുത്വത്തിൻ്റെ വിഷലിപ്തമായ മുസ്ലിം വിരുദ്ധതയും ദളിത് വിരുദ്ധതയും കൊണ്ടു നടന്നവരാണ് ഇന്ത്യയുടെ അധികാരത്തിന് ചക്രം 47 മുതൽ തിരിച്ചത് എന്ന സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അതൊരു പാർട്ടി എന്ന് പറഞ്ഞ് കാണരുത്. പാർട്ടി കേരളത്തിലാണെങ്കിലും ഇതിനൊക്കെ എതിരെ വിപ്ലവം പറയുന്നൊരു പാർട്ടിയാണെന്ന് നമ്മൾ വിചാരിച്ചാലും ആ പാർട്ടി ഭരിക്കുമ്പോഴും പാർട്ടിയുടെ കീഴിലുള്ള ബ്യൂറോക്രസി അത് സംഘപരിവാറിനെ പോലെ പെരുമാറുകയുള്ളൂ.
അതാണ്. പാർട്ടി സോഷ്യലിസം പറയും, പാർട്ടി കമ്മ്യൂണിസം പറയും, പാർട്ടി വർഗസമരം പറയും, പാർട്ടി പറയും ന്യൂനപക്ഷങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും, ന്യൂനപക്ഷത്തിന് സെല്ലുണ്ടാക്കും. എന്നിട്ട് ആ സെല്ലിനകത്തിട്ട് സമുദായ പാർട്ടിയിൽ നിന്ന് വല്ല ചെറുപ്പക്കാരും മിടുക്കരും ഉണ്ടെങ്കിൽ അവനെ അടർത്തിയെടുത്ത് ഈ സെല്ലിൻ്റെ ചാർജ് കൊടുക്കും. എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതലയും കൊടുക്കും. എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി സമുദായക്കാരനെ കൊണ്ട് പ്രസംഗിപ്പിക്കും. പക്ഷേ പാർട്ടിയുടെ ഭരണത്തിൽ പോലീസ് പൗരാവകാശത്തിന് വേണ്ടി പോരാടുന്ന ചെറുപ്പക്കാർക്കെതിരെ UAPA കേസെടുക്കും. വർഗസമരമോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്നും പ്രശ്നമല്ല. പേര് മുസ്ലിം പേരാണോ, ജനിച്ചത് മുസ്ലിമായിട്ടാണോ? ഇതൊരു അനീതിയാണ്, ഇത് മര്യാദകേടാണ്. അപ്പോൾ ഡൽഹിയിൽ നടന്നത്, ഈ മതേതര പാർട്ടികൾ ഭരിച്ചപ്പോഴും കാര്യങ്ങൾ തീരുമാനിച്ചത് ആരാണ് എന്നതാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന് സംഭവിച്ച അപകടമെന്ന് പറഞ്ഞതിനെ സാധൂകരിക്കാനാണ് കേരളം ഭരിക്കുന്നത് വിപ്ലവകാരികൾ. പക്ഷേ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് നാഗപ്പൂരിൽ നിന്നുമാണ്, നാഗപ്പൂർ നിയന്ത്രണമാണ്. അതുകൊണ്ട് വനപ്പുറത്ത് പിള്ളേർ ഹർത്താൽ നടത്തിയാൽ UAPA ഊപ്പയും കൊണ്ടുവരും, രാജ്യദ്രോഹിയാക്കും, അറസ്റ്റ് ചെയ്യും. ഹിന്ദുരാഷ്ട്ര വിരാജ് സ്ഥാപിക്കണം, സംഘപരിവാർ അവരുടെ ആഗ്രഹമാണ്. ഈ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ദല്ലാളന്മാരെയും ഏജന്റുമാരെയൊക്കെ ഗവർണറാക്കും. അതൊരു പ്രൊമോഷനാണ്. അവരുടെ അടിമപ്പണി ചെയ്താൽ കിട്ടുന്നൊരു ജോലിയാണ് ഈ ഗവർണർ പദവി. ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കർണാടകയിൽ നിന്ന് കണ്ടാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെയും ഗവർണറാണ്. അയാൾ പറയുന്നതല്ല എന്താ നമ്മളൊക്കെ പറയുന്ന പൗരത്വം, അല്ലെ ജനാധിപത്യം, മതേതരത്വം, ഇവിടുത്തെ പൗരാവകാശ പ്രസ്ഥാനങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണ്, മോഡിയാണ് ശരിയെന്ന് പറയാൻ ഒരു ഗവർണർ. ഇനി അതിനെ പ്രസിഡൻ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പ്രതിഫലം എന്താണെങ്കിലും ഈ കാര്യം ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറയുന്നത് NRCയിലും CAയിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ത്യയിലെ BJPക്ക് എതിരായി, ഈ രാജ്യത്തെ സംഘപരിവാറിനെതിരായി, അവരുടെ ദുർഭരണത്തിനെതിരായി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സംഘടിത സാമുദായിക വിഭാഗങ്ങളെ അവരുടെ വോട്ട് ചെയ്യാനുള്ള പവർ റദ്ദ് ചെയ്യണം. വളരെ വെരി സിമ്പിൾ. ഞാൻ അവസാനിപ്പിക്കാം. NRCയിലും CAയിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. BJPക്കെതിരെ നാളെ നിങ്ങൾ വോട്ട് ചെയ്യരുത്, സംഘപരിവാറിനെതിരെ നാളെ നിങ്ങൾ വോട്ട് ചെയ്യരുത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇതുവരെ ഇടം കിട്ടാത്ത സമൂഹങ്ങൾ രാഷ്ട്രീയമായ പുതിയ ബോധമാർജിച്ച്, പ്രത്യേകിച്ച് സച്ചാർ കമ്മിറ്റിക്ക് ശേഷം മുസ്ലിങ്ങളും മണ്ഡൽ കമ്മീഷന് ശേഷം പിന്നോക്കക്കാരുമൊക്കെ ഒരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കാലമാണ്. ആ രാഷ്ട്രീയത്തിന്റെ കാലമായപ്പോൾ ആ സമൂഹങ്ങൾ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരരുത്, വരാനുള്ള വഴി അടയ്ക്കണം, പ്രധാനമന്ത്രി സ്വഭാവം ഇല്ലാതാകണം, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവർണൻസ് വരണം, എല്ലാം പിടിമുറുക്കണം, തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാതാകണം. അതുകൊണ്ട് ഈ പൗരത്വം, അതായത് വോട്ടവകാശം റദ്ദ് ചെയ്യുകയാ. ഇത് കൃത്രിമമായി ജനസംഖ്യയെ ഒരു രാഷ്ട്രീയ പ്രയോഗമാക്കി മാറ്റിക്കൊണ്ട് പൊളിറ്റിക്സ് ഓഫ് എന്താ പറയണ്ടേ, ഇതൊരു ഡെമോഗ്രാഫിക് പൊളിറ്റിക്സ് ആണ്, ജനസംഖ്യയുടെ രാഷ്ട്രീയം. പൊളിറ്റിക്സ് ഓഫ് സിറ്റിസൺഷിപ്പ്, പൗരത്വത്തിന്റെ രാഷ്ട്രീയം. പൗരത്വത്തെയും ജനസംഖ്യയെയും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് അവർ വെറുക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അത് അവരെ വിചാരധാരയിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. സവർക്കറും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രു മുസ്ലിമാണ്, RSSകാർ പറയുന്നത്. അതുകൊണ്ട് അവരെ ആദ്യം ഒഴിവാക്കണം. കാരണം എന്താ, മുസ്ലിം ഇച്ചിരി കുഴപ്പമാണല്ലോ. എന്താ കുഴപ്പം? സ്വന്തം കാര്യം മാത്രം നോക്കി പള്ളി പോയാൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് തൻ്റെ മുമ്പിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സന്ധി ചെയ്യാൻ ഒരു മുസ്ലിം തയ്യാറാവുകയില്ല. ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ മനസ്സുകൊണ്ട് എതിർക്കണം. ഒരു തിന്മ കണ്ടാൽ ആയുധം കൊണ്ട് എതിർക്കണം, പറ്റിയില്ലെങ്കിൽ ശരീരം കൊണ്ട് എതിർക്കണം, അതുമല്ലെങ്കിൽ മനസ്സുകൊണ്ട് എതിർക്കണം. തിന്മയുടെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഈ സംസ്കാരം പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഈ ജനത പ്രതികരിച്ചു. ജാതി വ്യവസ്ഥയുടെ ബലിയാടുകളെ, അടിമ വിഭാഗങ്ങളെ മോചിപ്പിച്ചു. ചേരമാൻ മസ്ജിദ് ഉണ്ടായി. ആദ്യമായി മക്കയിലേക്ക് പോയി കലിമ ചൊല്ലിയത് ഒരു ദളിതനായ ഈ രാജ്യത്തെ ചേരമാൻ പെരുമാൾ എന്ന രാജാവാണ്. അങ്ങനെ ഈ രാജ്യത്തെ അടിസ്ഥാന ജനങ്ങൾ ആ മാർഗം സ്വീകരിച്ചു. അവർ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കി. ഈ ജാതിയും ഈ അസമത്വമൊക്കെ മാറി ജീവിക്കാൻ കൊള്ളാവുന്ന അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ടായത് ഈ ഒരു സംസ്കാരം അറബി നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോഴാണ്. മഹാനായ ടിപ്പു സുൽത്താനെ പോലുള്ള വിപ്ലവകാരികളാണ് അവർണരായ പെണ്ണുങ്ങൾക്ക് ആദ്യം ചേല കൊടുത്തത്.
അതുകൊണ്ടാണ് തൃശ്ശൂരിലൂടെ നടക്കുന്ന ഒരു കാലത്ത് ടിപ്പു കുതിരപ്പുറത്താണ്. തൊഴാൻ വന്ന് നിൽക്കുന്ന പ്രജകൾ സൈഡുകളിൽ, കറുത്ത പെണ്ണുങ്ങൾ അവരുടെ മുലകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നു. ടിപ്പുവിനെ പോലുള്ള ഒരു ഭക്തൻ, ഒരു ഇസ്ലാമിക ഭക്തൻ, വിശ്വാസി, അയാളുടെ കണ്ണുകളുടെ മുമ്പിൽ മാർഗങ്ങൾ കണ്ടപ്പോൾ അവറത്തു മറയ്ക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ആ സംസ്കാരം പിൻപറ്റുന്ന ടിപ്പു കണ്ണുപൊത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവർക്കെല്ലാം വസ്ത്രം കൊടുക്കണമെന്ന്. ആ അടിമ മക്കൾക്കെല്ലാം, ആ അടിമ പെണ്ണുങ്ങൾക്കെല്ലാം വസ്ത്രം വിതരണം ചെയ്തിട്ട് അത് മറച്ചത് കണ്ടിട്ടാണ് ടിപ്പു യാത്ര ചെയ്തത്. വിപ്ലവകാരിയാണ് ടിപ്പു. അയാളെ വർഗീയവാദിയാന്ന് പറയുന്നവരെ ഭ്രാന്തന്മാരെന്ന് ഞങ്ങൾ പറയും. കാരണം മഹാനായ ടിപ്പു ഒരു വിമോചകനായിരുന്നു. ഈ സംസ്കാരം, ഈ സാന്നിധ്യം, പ്രിയമുള്ളവരെ, അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത് പരിവർത്തനമുണ്ടാക്കി, ഇന്ത്യയിൽ ഇത് മാറ്റമുണ്ടാക്കി. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ പോലും ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. മൗലാന മുഹമ്മദ് അലി ജൗഹറെ പോലെയുള്ള വിപ്ലവകാരികൾ, ദേശീയ നേതാക്കൾ, മഹാന്മാർ, അവരുടെ ഭാവനയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പോലും കിലാപത്തിലായിരുന്നു എങ്കിൽ എവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം? നിങ്ങൾ ആലോചിക്കണം. അതിന് കിലാപത്തിൽ അതിന്റെ വേരുകളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളുടെ മുമ്പ് നിന്ന് നെഞ്ചുവിരിച്ച് നയിച്ച എത്രയോ ദേശീയ നേതാക്കൾ, വിപ്ലവകാരികൾ, രാജ്യത്തിന്റെ ചിക്കാൻ പിടിച്ച നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ, അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഭരണാധികാരികളായ ഒരുപാട് മഹാന്മാരെ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ആ സമൂഹമാണ് ഇപ്പോൾ പൗരന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരുന്നത്. ഞാൻ പറയുന്നത്, തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, മനുഷ്യനും തമ്മിൽ അസമത്വം പാടില്ല. ഇവിടെ പറയുന്നു ഒരാൾ പുലയനാണ്, പറയനാണ്, കുറവനാണ്, വേലനാണ്, വെളുത്തേടനാണ്. മുകളിലോട്ട് പോകുന്ന ഒരു പ്രൊമോഷനാ. SI, പിന്നെ DYSP. SI എന്ന് പറയുന്ന പുലയൻ, അതിന്റെ മുകളിൽ ഈഴവൻ, അത് സർക്കിളാണ്. സർക്കിളിന്റെ മുകളിൽ പിന്നെ മേനോൻ, അത് DYSP ആണ്. അതിന്റെ മുകളിൽ പിന്നെ നമ്പ്യാർ, നമ്പൂതിരി എന്നൊക്കെ പറയുന്ന SPO, IG വരെയൊക്കെയാണ്. ജാതിയ മേപ്പോട്ട് താഴോട്ട്. ഇതാണ് സംഗതി. അവിടെയാണ് അറബിക്ക് അനറബിയേക്കാൾ വ്യത്യാസമില്ല. ദീനിന്റെ മുമ്പിൽ വെളുത്തവന് കറുത്തവനേക്കാളോ അറബിക്ക് അനറബിയേക്കാളോ വ്യത്യാസമില്ല. എന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പടച്ചവന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. വല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഗോത്രങ്ങളും വർഗങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിന്റെ മുമ്പിൽ ഇതാ ചാതുവണ്യത്തിന് നിലനിൽപ്പില്ല, വർണ്ണ മേൽക്കോയ്മയ്ക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് ഈ സമൂഹത്തെ കൈകാര്യം ചെയ്യണം. ഇസ്ലാമോഫോബിയ അമേരിക്കക്കാരന്റെ വൃത്തികേടിനെ ചോദ്യം ചെയ്യുന്നു, യൂറോപ്പിന്റെ വൃത്തികേടിനെ ചോദ്യം ചെയ്യുന്നു, ലോകത്തെമ്പാടുമുള്ള അസമത്വങ്ങളെ ചോദ്യം ചെയ്യുന്നു. അറബ് വസന്തം ലോകത്ത് വിരിയുന്നു. ഇതിനെയൊക്കെ പേടിക്കുന്നവർ ഒറ്റക്കെട്ടാകുന്നു. തീവ്രവാദ വേട്ട, ഭീകരവേട്ട, ഇന്ത്യക്കകത്ത് അതിനും ചില പേരുകൾ ഇടുന്നു. ഇതല്ലേ പ്രശ്നം? അതുകൊണ്ട് നിങ്ങൾ വേണ്ട ഈ രാജ്യത്ത്. ഞങ്ങളുടെ ഈ ഹിന്ദുരാഷ്ട്രം ഒന്ന് ഉണ്ടാക്കിയിട്ട് പട്ടികജാതിക്കാരനെ നിങ്ങൾ മോചിപ്പിച്ച് കുറച്ച് കൊണ്ടുപോയി ഈ ആൾക്കാരെയൊക്കെ ഒന്നുകൂടെ ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. ഒന്നുകൂടെ ചൂട്ടുകറ്റകളുമായി ഹിന്ദുരാഷ്ട്രം വന്നാൽ അറിയാമല്ലോ, വൈകുന്നേരം ആകുമ്പോൾ ചൂട്ടുകറ്റകളുമായി നായർ തറവാടുകളിലേക്ക് വന്ന പഴയ നമ്പൂതിരിമാരുടെ ചിത്രമാരും മറക്കരുത്. ചൂട്ടുകറ്റകൾ ഇനി തിരിച്ചു വരില്ല. പക്ഷെ അവിടെ ടോർച്ച് ലൈറ്റുകൾ വരും, അവിടെ എമർജൻസി ലൈറ്റുകൾ വരും, അവർ സഫാരി കാറുകളിൽ വരും, സെഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉണ്ടാകും. എല്ലാവരും പിച്ച് ചീന്തും. MLA-മാരുടെ പണിയൊക്കെ അറിയാമല്ലോ നമുക്ക്. BJP MLA-മാർ കൊച്ചു പിള്ളേരെ പിച്ച് ചീന്തുന്ന കഥകളൊക്കെ നമുക്കറിയാമല്ലോ. മുസ്ലിമിൽ ഒരു ശത്രു ഉണ്ടാക്കുക, അവരനെ ഉണ്ടാക്കുക, എന്നിട്ട് അവനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതിന്റെ പേരിൽ സവർണരെ സന്തോഷിപ്പിക്കുക, ആ സവർണരെ ഏകീകരിക്കുക, എന്നിട്ടൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക. എയ്തർ ഈ രീതി EVM അല്ലെങ്കിൽ വേറെ രീതി. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യൻ മുസ്ലിങ്ങൾ നിർവഹിക്കുന്നത് ഏറ്റവും വലിയ രാജ്യസ്നേഹമാണ്. ഈ രാജ്യത്തോട് കൂറുള്ള, ഇവിടെ ജനിച്ചു വളർന്ന, അതുകൊണ്ടാണ് മതപണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത്, ഇവിടെ ജനിച്ചു എങ്കിൽ ഞങ്ങൾ ഇവിടെ മരിക്കും. ആസാദിനെ പോലുള്ള ആൾക്കാർ അന്ന് പറഞ്ഞു. പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പോലും അങ്ങോട്ട് പോയില്ല, ഇന്ത്യക്കകത്ത് നിന്നു. ഈ രാജ്യത്തിനോടൊപ്പം ഈ നാടിൻ്റെ ഭാഷയ്ക്ക്, ഈ നാടിൻ്റെ സംസ്കാരത്തിന്, ഈ നാടിൻ്റെ സാഹിത്യത്തിന്, ഈ നാടിൻ്റെ വസ്ത്രധാരണത്തിന്, ഈ നാടിൻ്റെ ആഹാരത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ രുചിഭേദങ്ങൾക്ക് എല്ലാം സംഭാവന ചെയ്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. ആ സമുദായത്തെ വെട്ടിമുറിക്കാൻ ആരും നോക്കി നിൽക്കുക, ഞങ്ങളെപ്പോലുള്ള ആരും നോക്കി നിൽക്കുകയില്ല. ഈ സമുദായത്തോടൊപ്പം ഉണ്ടാകും. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവർക്കെതിരെ വരും. ക്രിസ്ത്യാനിക്കെതിരെയും ദളിതർക്കെതിരെയും എല്ലാവർക്കെതിരെ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുറച്ച് കൂടുതൽ വൈരാഗ്യം മുസ്ലിങ്ങളോട് ഉണ്ട്. അത് ഇവിടുത്തെ സവർണനുമുണ്ട്, അവിടെ വെള്ളക്കാരനുമുണ്ട്, അവിടെ ഇസ്രായേലി ജൂതന്മാർക്കുണ്ട്. അത്തരം തെമ്മാടിത്തരങ്ങളെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാത്തൊരു ആദർശമാണല്ലോ ഇത്. അതുകൊണ്ട് മുതലാളിത്തത്തിന് ഭയമാണ്, ക്യാപിറ്റലിസത്തിന് പേടിയാണ്, സാമ്രാജ്യത്തിന് ഭയമാണ്. ആ സാമ്രാജ്യത്തിനെതിരെയുള്ള അന്തർദേശീയ പോരാട്ടത്തിന്, ജനാധിപത്യ പോരാട്ടങ്ങളുടെ മുമ്പിൽ ഇസ്ലാമുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അധികാര കസേരകളിൽ നിന്ന്
നരേന്ദ്രമോദിയും അമിത്ഷായെയും അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ നിന്ന് പിടിച്ചിറക്കി യഥാർത്ഥ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇന്ത്യയിൽ എല്ലാവർക്കും നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതിയ ലോകത്തെ അധികാരികളെ ഭരണത്തിൽ സ്ഥാപിക്കുന്നിടം വരയ്ക്കും ഈ പോരാട്ടം നിലയ്ക്കാതെ മുന്നോട്ട് പോകണം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഊഷ്മളമായ അഭിവാദ്യങ്ങൾ. ജയ് ഭീം. ഇൻഷാ അല്ലാഹ്.